തൃശൂരിലെ സ്വർണ്ണ കവർച്ചയിൽ ഷാഹുൽ ഹമീദിന് പങ്കില്ല എന്ന് ഷാഹുലിന്റെ അമ്മ പറയുകയാണ്. മുഖ്യപ്രതി റോഷന് വാഹനം കൈമാറാൻ മകൻ ഇടനില നിൽക്കുക മാത്രമാണ് ചെയ്തത്. റോഷനും മകനും ഒന്നിച്ച് പഠിച്ചവരാണ്. ഷാഹുൽ ഹമീദിന് പഴയ വാഹനങ്ങളുടെ കച്ചവടമാണെന്നും ഷാഹുലിന്റെ അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എന്റെ കുഞ്ഞ് ഒരു കാരണവശാലും ഇങ്ങനെ പെടുന്നവനല്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തിൽ അവൻ ബോധത്തിൽ അവനെ പെടുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസിൽ നിൽക്കത്തില്ല. പക്ഷെ വണ്ടി കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. വണ്ടി കച്ചവടമായിട്ട് പലരും ഇപ്പം കൊടുക്കുമല്ലോ. വണ്ടി കച്ചവടം. അപ്പം അങ്ങനെ വല്ലതും വണ്ടിയുടെ കാര്യത്തിൽ വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഇവൻ ഇങ്ങനെയുള്ള ഒരാളല്ല. റോഷനെ ചെറുപ്പം മുതൽ ഇവിടെ ഒന്നിച്ച് പഠിച്ചതായിട്ട് എനിക്കറിയാം. പക്ഷേ ഇവരെ ഞാൻ കണ്ടിട്ടില്ല. റോഷനെ ഞാൻ കണ്ടിട്ടില്ല. അതേസമയം ഷാഹുൽ ഹമീദിന്റെ ഫോൺ നിലവിൽ ഓഫ് ചെയ്ത നിലയിലാണ്. തൃശൂർ പി പോലീസ് പുലർച്ചെ 5 മണിക്ക് ഷാഹുലിന്റെ വീട്ടിലെത്തി. മടങ്ങിയത് 1.5 മണിക്കൂറിന് ശേഷമാണ്. സിക്ക് അബിലാലുണ്ട്. അബിലാൽ, ഷാഹുലിന്റെ കുടുംബം എന്താണ് പറയുന്നത്? ഷാഹുലിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും പുതുതായി പോലീസിന് ലഭ്യമാണോ? 2.5 കിലോ സ്വർണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലായിട്ടുള്ള റോഷൻ എന്നുള്ള ആൾ തിരുവല്ല സ്വദേശിയും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ മുൻകാല പ്രവർത്തകനുമായിരുന്നു. ഇരുവരും തമ്മിലുള്ള സൗഹൃദമാണ് അന്വേഷണം തിരുവല്ല മുത്തൂർ സ്വദേശിയായിട്ടുള്ള ഷാഹുൽ ഹമീദിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇരുവരും തമ്മിലുള്ള സൗഹൃദം വ്യക്തമാക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോയും അടക്കം റോഷൻ അയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ റോഷൻ ഉപയോഗിച്ച് വരുന്ന KL11 AB 9100 എന്നുള്ള ചുവപ്പും സിൽവറും നിറമുള്ള വാഹനം അദ്ദേഹത്തിന് ലഭ്യമാക്കാൻ ഇടനില നിന്ന് പ്രവർത്തിച്ചത് ഷാഹുൽ ഹമീദാണ് എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ആളുടെ വാഹനമായിരുന്നു ഇത്. പിന്നീട് റോഷന് കൈമാറ്റപ്പെടുകയായിരുന്നു. ഇതിന് ഇടനില നിന്ന് പ്രവർത്തിച്ചത് ഇദ്ദേഹം ആണ് എന്നുള്ള സംശയം കൂടി ബലപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ് അന്വേഷണ സംഘാംഗങ്ങൾ മുത്തൂരിലെ ഇയാളുടെ വീട്ടിലെത്തിയത്. ഈ സമയം അച്ഛനും അമ്മയും ഭാര്യയും മകളും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. അമ്മയുടെ പ്രതികരണത്തിൽ നിന്നും പോലീസ് എത്തുന്നതിന് ഏറെക്കുറെ 1 മണിക്കൂർ മുൻപ് ഷാഹുൽ ഹമീദ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു. മൂത്ത മകളുടെ ഭർത്താവിനെ വിദേശത്തേക്ക് യാത്ര അയക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. അതേസമയം തന്നെ 5 മണിക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ 1 മണിക്കൂർ മുമ്പ് സ്ഥലത്തു നിന്നും കടന്നതാണോ എന്നുള്ള സംശയം കൂടി ബലപ്പെടുന്നുണ്ട്. ഇതിലേക്ക് ഇത്തരത്തിലൊരു സംശയം ഉണ്ടാകാൻ മറ്റൊരു കാരണം പോലീസ് വിളിച്ചത് മുതൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലും കൂടിയാണ്. ഒപ്പം തന്നെ അന്വേഷണ സംഘാംഗങ്ങൾ 1.5 മണിക്കൂർ സമയത്തോളം ഈ വീട്ടിൽ കാത്തിരിക്കുകയും ഉച്ചയ്ക്ക് മുൻപായി തന്നെ തൃശ്ശൂർ പോലീസിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടാണ് മടങ്ങിയത്. പക്ഷേ ഇപ്പോഴും മണിക്കൂറുകൾക്ക് ശേഷം പോലും ഷാഹുൽ ഹമീദിൻ്റെ ഫോൺ നമ്പർ സ്വിച്ച് ഓൺ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ ബന്ധുക്കൾ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പോലീസ് അന്വേഷണം ഇവിടെ എത്തിയതിലുള്ള അത്ഭുതവും പ്രകടിപ്പിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഇരുവരും തമ്മിലില്ല. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി മകന് ബന്ധമില്ല എന്നുള്ള വിശദീകരണം കൂടിയാണ് അമ്മയും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും നൽകുന്നത്. മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ വലിയ സങ്കടങ്ങളാണ് അവരൊക്കെയും പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഈ റോഷനും അതോടൊപ്പം തന്നെ ഷാഹുൽ ഹമീദിനെയും കൂടാതെ മറ്റൊരാൾ കൂടി തിരുവല്ല സ്വദേശിയായിട്ടുള്ള ആൾക്ക് ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെ ഒരാളെ കൂടി റോഷനെ പിടിച്ച ഘട്ടത്തിൽ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ശരി, സിക്ക് അബിലാലാണ് വിശദ വിവരങ്ങൾ നൽകിയത്.